കണ്ണൂരിൽ നിന്ന് എത്തിയ സംഘമാണ് അല്ലേ? എപ്പോഴാണ് വന്നത്? നമ്മൾ ഇന്ന് രാവിലെ എന്താണ് ഇവര് നിങ്ങൾ അങ്ങോട്ട് കയറാൻ ശ്രമിച്ചോ? നമ്മൾ കയറി ഇവരെ സിവിൽ ഡിഫൻസിൻ്റെ കാർഡ് വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ പോയ സമയത്ത് വെച്ചാൽ മലയാളികളെ ആരും ഒരു ഉള്ളിലോട്ട് കടത്തി വിടാത്തൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതെന്താന്ന് ഇത് മൊത്തം അറിയുന്നത് കൊണ്ടാണെന്നോ എന്താണെന്നില്ല നമുക്കറിയത്തില്ല. മലയാളികളെ മീഡിയ ആയിക്കോട്ടെ ഒന്നിനും അങ്ങോട്ട് കടത്തിവിടാത്തൊരു സിറ്റുവേഷനിലേക്കാണ്. എന്താണ് അവർ പറയുന്നത്? എന്താ ആക്ച്വലി നമ്മൾ കണ്ണൂർ തളിപ്പറമ്പ വരുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം 10 ആൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു 100ഓളം മെമ്പർമാരുടെ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. DFC ഡ്രൈവേഴ്സ് എഫ് ചെറുവക്ക ഒരു കൂട്ടായ്മയാണ്. നമ്മൾ കേരളത്തിലുണ്ടായ പ്രളയത്തിലൊക്കെ നമ്മൾ വളരെ ലൈവായിട്ടുണ്ടായ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നു, നമ്മൾ അകത്തേക്ക് കയറ്റി വിട്ടു. മാധ്യമപ്രവർത്തനം വിടുന്നുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് എന്താ പറയുക, ഒരു 4 or 5 JCB അതുമായി ബന്ധപ്പെട്ട ഒരു അല്ലേ 4 ടിപ്പറൊക്കെ മാത്രമാണ് അവിടെ വർക്ക് ചെയ്തേണ്ടത്. നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സേവനം ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം. അപ്പോൾ നമ്മളൊരു മാനസികമായി ഭയങ്കര ഡെസ്പായിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ രാവിലെ മുതലേ ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മുടെ എവിടെ എത്ര മണിക്കൂറുടെ ചിലവഴിച്ചാലും നമ്മളിവിടെ ഇവിടെ കൂടെ ഉണ്ടാവും അല്ലേ? അവർ കണക്കൂട്ടുന്നത് പറഞ്ഞാൽ അവർ റോഡ് ക്ലിയറാക്കി കൊടുക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ട്. അവരൊരു ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ റോഡ് ക്ലിയറാക്കി വണ്ടിയൊക്കെ പാസ് ചെയ്യുന്ന കണ്ടീഷനിൽ, അല്ലാണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു മലയാളിയായ ഒരു സുഹൃത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്, അവനെ രക്ഷിക്കണം, അങ്ങനത്തെ ഒരു നിലപാടല്ല അവർ സ്വീകരിക്കുന്നത്. അത് ഭയങ്കര നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവർ ഇത്രയും വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നത് അതാണ് അവരുടെ പ്രശ്നം. വണ്ടി ഒഴിവാക്കുക, ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് നമുക്ക് കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും 2 ദിവസമായിട്ട് വന്നിരിക്കുന്ന കുറേ ഡ്രൈവർമാരുണ്ട്. 4-5 ദിവസമായിട്ട് കയറിയിട്ട് എന്താ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാനും വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആരും കടത്തി വിടുന്നില്ല. ഇവര് ഇപ്പം സിഗ്നൽ കിട്ടിയെന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ തുടക്കത്തിലുള്ള ഒരു അലംഭാവം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവം ശരിക്കും പറഞ്ഞ് ഇന്നലെ മുതലാണ് ശരിക്കും പറഞ്ഞ് ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇന്നലെ എന്ന് വെച്ചാൽ നമ്മളിത് തുടക്കം മുതലേ വല്ലാത്ത പൊളിറ്റിക് പ്രഷറും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇന്നലെ മുതലാണ് മുഖ്യമന്ത്രി വരെയും കർണാടക മുഖ്യമന്ത്രി വരെയും ഇത് ഒരു സീരിയസ് ആയിട്ട് എടുത്തത് ഇന്നലെ മുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7 ദിവസമായി ഇതൊരിക്കലും ഒരു നമ്മുടെ നാട്ടിലാണെന്ന് കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം തരം വേണ്ടി വരില്ല, മണിക്കൂറുകൾ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുമായിരുന്നു. എന്താണെന്ന് ഇവരെ ഇതാരാണ് ഡിലേ ആക്കുന്നത്, ആർക്കാണ് ഇതിനെക്കുറിച്ചിട്ടൊരു ഗൗരവമില്ലാത്തത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നമുക്കത് ശരിക്കും ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മളെപ്പോലെ ഒരുപാട് ടീം ഇവിടെ വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എത്തിയിട്ട് ഇത് സഹായം ചെയ്യാനുള്ള ഒരുപാട് ടീം ഒരുപാടുണ്ട്. പക്ഷേ നമ്മളെപ്പോലും അനുവദിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ വലിയ വിഷയം കിടക്കുന്നത്. കാരണം അറിയാമോ, കേരളത്തിൽ എങ്ങനെ നോക്കിയാലും ഏത് വിഷയത്തിലും എപ്പോഴും മുൻപന്തി എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പും ഒരുപാട് ടീം വർക്കുള്ള ആൾക്കാരൊക്കെ വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ അനുവദിക്കുന്നില്ല. അതവിടെ വിഷയം. അല്ല, ഇവര് പറയുന്നത് വെച്ചാൽ ഇപ്പം ആർമി വന്നപ്പോൾ പോലും ചെക്ക് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നൊരു എന്തുകൊണ്ട് ഇവർ മീഡിയനെ ഉള്ളിൽ കയറ്റുന്നില്ല? ഇവർക്ക് ഉള്ളിൽ മീഡിയനെ കയറ്റിയിട്ട് ഒരു ഡിഫറൻസ് വെച്ചിട്ട് ഇത്ര ഡിഫറൻസ് വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല, നമ്മളെ വർക്ക് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറൻസ് വെച്ചിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇവർ മീഡിയനെ കയറ്റുന്നില്ല? അതന്നെ ഇവരെ പല കാര്യങ്ങളും മറച്ചു വെക്കലല്ല. അത് ഇപ്പോൾ ഈ അർജുന് വേണ്ടി നിങ്ങൾ എന്തായാലും ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് 15 ദിവസമേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ രാത്രി ഇവർ വിളിക്കുമ്പോൾ ഇറങ്ങി വന്നിട്ട് നമ്മളൊരു സുഹൃത്താണ്, നമ്മളെപ്പോലത്തെ ഒരു ഡ്രൈവറാണ്, ഞാനൊരു ഡ്രൈവറാണ്, നമ്മളെപ്പോലത്തെ ഒരു ഡ്രൈവറാണ്. അവൻ എന്താണെന്നില്ല അറിയാനില്ല, ഒരു ആദ്യം വല്ലാണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള നമുക്ക് നാട്ടിൽ സമാധാനമില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു 10-30 ആൾക്കാർ നമ്മൾ ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്തായി നമ്മളെന്താ അവരോട് സമാധാനം പറയേണ്ടത്? അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് കുറേ ഡ്രൈവർമാർ, തളിപ്പറമ്പിലെ കുറേ ഡ്രൈവർമാർ, കണ്ണൂർ ജില്ലയിൽ കുറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓൾറെഡി വെയിറ്റ് ചെയ്ത്, പക്ഷെ ആരും അലോഡ് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ ഉള്ളിലേക്ക് പോയ സമയത്ത് ഇവർ സിഗ്നൽ കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ ഐറ്റേ ഉള്ളൂ, ഒരു വണ്ടി കാണുന്നതില്ല. അതിൻ്റെ ബാക്കിലാണ് ഇനി മണ്ണുള്ളത്. അതിലേക്ക് മാറ്റാൻ വേണ്ടിക്ക് തന്നെ ഇറ്റാച്ച് തന്നെ വലിയ സ്പീഡോ കാര്യങ്ങളോ അവർക്കൊരു ഇതില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മുകളിലെ മണ്ണ് മാറ്റിയത് ടിപ്പറിലേക്ക് കയറ്റുന്നു. ഈ ടിപ്പറിലേക്ക് കയറ്റിയത് പോയിട്ട് വരുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കവർ ചെയ്യാൻ പറ്റൂല. ചില സമയത്ത് ഇത്രയും ദിവസം റോഡ് ബ്ലോക്ക് ആയില്ല, മുകളിലെ മണ്ണ് വലിച്ചിട്ട് എത്ര ആയത്തിൽ വണ്ടി ഉണ്ട് നോക്കാൻ
പറ്റുന്ന സമയമുണ്ട് നമുക്ക്. അല്ല, ഇവര് പറയുന്നത് ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞതൊക്കെ ഈ മണ്ണിനിടയിൽ ലോറി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. റഡാർ സംവിധാനമൊക്കെ ഇന്ന് വന്ന് നോക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒരു ശുഭപ്രതീക്ഷ എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും പ്രാർത്ഥന, കേരളം മാത്രമല്ല ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനന് വേണ്ടി എത്രയും പെട്ടെന്ന് റിലീസായി നമുക്ക് നമ്മുടെ എല്ലാവർക്കും ആ ഒരു ഒറ്റ പ്രാർത്ഥന മലയാളികൾക്കുള്ളത്. അർജുൻ ഈ കാലാവസ്ഥയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും എന്തായാലും അർജുൻ തിരിച്ചു വരുന്ന പ്രതീക്ഷ. താങ്ക് യു.